മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോസ് എല്ലാവരും സ്ഥിരമായി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോന്നിങ്ങനെ വീഡിയോസ് കണ്ടിരിക്കുമ്പോഴാണ് ആ മേജർ ഋഷി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചാനൽ ഒരു പരിപാടി TV ഷോ കാണുമായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ഹെഡിങ് ഞാൻ കണ്ടപ്പോൾ വേഗം ക്ലിക്കാക്കി നോക്കിയതാണ്. കാരണം അമ്മയുള്ള കാലത്ത് മരിക്കാൻ പേടിയാണ്, അമ്മയില്ലാത്ത കാലത്ത് ജീവിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹെഡിങ്. അത് നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് അത് എനിക്ക് കാണാൻ തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ അമ്മയുടെ പേരാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ അത് കേട്ടോ, ആ ഒരു വാക്കുകൾ എനിക്ക് വല്ലാതെ വിഷമം തട്ടിയൊരു വാക്കുകളായിരുന്നു അത്. 2-3 വർഷം മുമ്പ് എടുത്തൊരു ഇതാണത്. പക്ഷെ ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ മേജറിനെ കുറിച്ചിപ്പോൾ ഒരുപാട് ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അതിപ്പോൾ ഞാൻ അങ്ങനെ കണ്ടത് യൂട്യൂബിൽ. അപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഒരുപാട് വിഷമം തോന്നി. കാരണം എൻ്റെ അമ്മ എന്നെ ഒരുപാട്, നമ്മളെ ചെറിയ മകളാവുകൊണ്ടായിരിക്കാം, എന്നെ ഒരുപാട് അമ്മ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നും വിളിക്കണം അമ്മയ്ക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ. എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും ചെയ്യും. എൻ്റെ മിക്കൂട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്. മിക്കുവിന് ഉള്ള പലഹാരങ്ങൾ, മുറുക്ക്, അവനിഷ്ടമുള്ളത് എന്താ വെച്ചാൽ അത് അമ്മ എപ്പോഴോ ഒന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്, അത് പിന്നെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ അമ്മ ആ മുറുക്ക് നോക്കി വാങ്ങും, മിക്കുവിനാണ് പറഞ്ഞിട്ട്. അങ്ങനെ വന്നിരുന്നു. പിന്നെ മിക്കുൻ തന്നെ വേറെ ആര് വന്നാലും മിക്കുവിന് ഇഷ്ടമല്ല എന്നല്ല, അവനെ ഭയങ്കര പേടിയെല്ലാവർക്കും. അമ്മ വന്നാൽ ഇവിടെ 10 ദിവസം നിന്നാലും മിക്കുവിന് കുഴപ്പമില്ല. അമ്മ എവിടെ കിടക്കണമെന്ന് വെച്ചാൽ കട്ടിലിൻ്റെ അടിയിൽ പോയി കിടക്കും മിക്കു. നമ്മുടെ അടുത്ത് അവിടെ പോയിരിക്കും. അവിടെ കുറേ വീഡിയോസ് ഉണ്ട് ഞാൻ എൻ്റെ മറ്റേ ചാനലിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് വീഡിയോസ് മിക്കുവിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളതും ഷോർട്സും ഒക്കെ ഒരുപാട് ഞാൻ ഇട്ടിരുന്നു. പക്ഷേ അമ്മയ്ക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല, വയസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെ ആളിനെയൊക്കെ അറിയാത്ത രൂപത്തിലേക്ക് മാറിയത്. ഇപ്പം ഞങ്ങളെയൊന്നും അറിയില്ല. ഇപ്പോൾ മറ്റേത് അമ്മൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്താ കുട്ടിയെ വിളിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും ഇന്നെ ഒരു ദിവസം വിളി കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ തോന്നും എന്താ അമ്മേനെ വേണ്ടതെന്ന് വെച്ചിട്ട് വിളിക്കും. അതേപോലെ തന്നെ ഫോൺ ചെയ്യുമ്പോൾ ഒന്നും ചുമയ്ക്കാൻ പാടില്ല. അപ്പോൾ ആ ചുമച്ച പറയും, അയ്യോ എൻ്റെ കുട്ടി ചുമച്ചല്ലോ അറിയും. കാരണം എനിക്ക് ഈ അസുഖം വന്നിട്ട് ഇപ്പോൾ ഈ 2-3 വർഷമായിട്ട് നമ്മുടെ അടുത്തേക്ക് അങ്ങനെ പോവാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം ചിലവഴിക്കാനോ എനിക്ക് പറ്റിയില്ല. അതിൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. കാരണം എനിക്ക് വയ്യാതതിന് ശേഷം അമ്മയ്ക്ക് എന്തോ പെട്ടെന്ന് അമ്മ വയ്യാതെ ആയ പോലെ തോന്നി. എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓക്സിജനിലായിരിക്കണമെന്ന്. കാരണം വർത്താനമൊക്കെ പറഞ്ഞു, പക്ഷേ എൻ്റെ മൂക്കിൽ ഈ ട്യൂബുള്ളത് അമ്മ കണ്ടിട്ടില്ല. ആ ഒരു ഇതിലായിരുന്നു അമ്മ. ഒരു വർത്തമാനമൊക്കെ പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം ഞാൻ 2-3 മാസം ഹോസ്പിറ്റലിലും വീട്ടിൽ കുറേ ദിവസം ആക്കി കഴിഞ്ഞിട്ടാണ് അവർ അമ്മേനെ എന്നെ കാണാൻ കൊണ്ടുവന്നത്. കാരണം അമ്മ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ട് ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അത്രയും അമ്മയ്ക്ക് ടെൻഷനാണ് മക്കളെ കുറിച്ചിട്ട്. ആ അമ്മ ഇപ്പോൾ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം അവരൊന്നും അറിയില്ല, ആരേനെയും അറിയില്ല, ആ ഒരു കടത്തം മാത്രമാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ പലതും നമുക്ക് ചെയ്യാൻ കഴിയാത്ത സമയങ്ങളെക്കുറിച്ച് ഓർത്ത് പിന്നീട് വിഷമിക്കുകയാണ് ഇപ്പോൾ ഞാൻ. കാരണം എൻ്റെ അസുഖമാണ് എന്നെ എല്ലാതൊന്നും, ഒരു ന്യൂമോണിയ വന്നത് എന്നെ വല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി. എനിക്കെൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ 2-3 പ്രാവശ്യം ഞാൻ പല കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലായപ്പോഴും അമ്മ എനിക്ക് എല്ലാത്തിനും അമ്മയാണ് ഒപ്പം നിന്നിട്ടുള്ളത്. പിന്നെ എല്ലാ കാര്യത്തിനും അതെ, എപ്പോഴും അമ്മ കുട്ടിയെ എന്ന് വിളിച്ചിട്ട് ഏത് സമയവും. ഇനിയിപ്പോൾ ആ ഒരു വിളിയൊന്നും ഇല്ല. കാരണം അമ്മയ്ക്ക് അറിയണില്ല, ഒന്നിനും വയ്യപ്പോൾ ഒന്നും അറിയൂല്ല. ആ ഒരു രീതിയിലായി. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. ഞാൻ ഈ മിക്കുവിൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാനില്ല എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം അവൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവൻ്റെ കൂടെ ചിലവഴിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിന് ഒരു ആശ്വാസം തോന്നുന്നത്. കാരണം ഞങ്ങൾ ഞങ്ങൾ 2 പേരും ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവ ഇവിടെ ഉണ്ടാവുകൊണ്ട് എനിക്കൊരു ആശ്വാസമാണ്. അപ്പോൾ ഓരോ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഡോഗ്സിനെയൊക്കെ വളർത്തുന്നത് ഡിപ്രഷൻ മൂഡ് തന്നെ മനുഷ്യരുടെ മാറ്റി കൊടുക്കും എന്നുള്ള, ആ ഒരു ഡിപ്രഷനിലേക്ക് പോകണവരെ തിരിച്ചു കൊണ്ടുവരാൻ കൂടെ സഹായിക്കും എന്നുള്ളത് ഒരു ഗവേഷണം തെളിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് 100% ശരിയാണ്. കാരണം ഇവൻ്റെ കയ്യിലുണ്ടാവുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് കുറച്ചെങ്കിലും എൻ്റെ സമയം ചിലവാകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വല്ല ഡിപ്രഷനിലോ അല്ലെങ്കിൽ ഭ്രാന്ത് തന്നെയായി മാറിയിട്ടുണ്ടാവും. എനിക്ക് അത്രയും വിഷമമുണ്ട് ആലോചിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക് മിക്കുവിനെ ഇവിടെ ആക്കിയിട്ട്. പക്ഷേ എനിക്ക് അവിടെ നമ്മുടെ അടുത്ത് നിൽക്കാൻ കൂടുതൽ വൈകില്ല. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ വരികയാണ് അതൊക്കെ കാണുമ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ. അത് കാരണം പോവും വരും, കുറച്ച് ദിവസമൊക്കെ നിന്നു, അങ്ങനെയുള്ളൂ. അപ്പോൾ എല്ലാവരും മിക്കൂസ് വേൾഡ് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിക്കുവിന് ഒരുപാട് ഇഷ്ടമുള്ള അമ്മ എപ്പോഴും വാങ്ങിക്കൊണ്ടിരും മുറുക്ക്. കാരണം ഒരു പ്രാവശ്യം അമ്മ മുറുക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അമ്മ എപ്പോഴും ആ മുറുക്കും കൊണ്ടാണ് വരിക.
അമ്മമ്മ വരുന്നു എന്ന് കേട്ടാൽ തന്നെ മിക്കുവിന് സന്തോഷമാണ്.